ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനിയെ കണ്ട് സന്തോഷത്തിൽ മതിമറന്നു നിന്നപ്പോൾ സത്യാമ്മയുടെ വിവരം ശ്യാമ വിളിച്ച് പറഞ്ഞ അനുസരിച്ച് വിഷ്ണു സത്യാമ്മയെ കാണുവാനായി ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. ശാലിനിയോട് ഒരു വാക്ക് പോലും പറയാനാകാതെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ശാലിനിയെ കണ്ടിട്ടും ശാലിനിക്ക് അരികിൽ ഒന്ന് പോകാൻ പോലും സാധിക്കാത്തതിന്റെ നിരാശയിൽ വിഷ്ണു വിഷമത്തോടെ തന്റെ വണ്ടിയിലേക്ക് വന്നു കയറി. ആ സമയത്ത് വിഷ്ണു അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പോലും അറിയാതെ ശാലിനി അവിടെ വിവാഹിതരായ വധൂവരന്മാരോട് സംസാരിച്ച് നിൽക്കുന്നു. അതിനുശേഷം അവർ ഏവരും ശാലിനിയുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചു. ശാലിനി എല്ലാവരോടുമായി പറഞ്ഞു, എന്നും നിങ്ങൾക്കിടയിൽ എന്നും പരസ്പര സ്നേഹവും ആത്മാർത്ഥതയും ഉണ്ടാകണം. ഒന്നിനും ഒരു കാരണവശാലും നിങ്ങൾക്കിടയിൽ ഒരു അകൽച്ചയും ഉണ്ടാകരുത്. നിങ്ങളെ ഒന്നും അകറ്റാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യരുതെന്ന് ശാലിനി അവർ എല്ലാവർക്കുമായി ഉപദേശം നൽകുന്നു. അതോടൊപ്പം ശാലിനി പറഞ്ഞു, ഇത് ഒരു കളക്ടർ എന്ന നിലയിലല്ല, നിങ്ങളുടെ സ്വന്തം ഏട്ടത്തി എന്ന നിലയിൽ കരുതിയാൽ മതി ഈ വാക്കുകൾ എന്ന് ശാലിനി അവരെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ശാലിനിയുടെ വാക്കുകൾ കേട്ട് അവർ സന്തോഷപൂർവ്വം നിൽക്കുമ്പോൾ ശാലിനി ഉടനെ തന്നെ തന്റെ അരികിൽ നിൽക്കുന്ന അനുപല്ലവിയെ വിളിച്ചു. അനു, എന്തായി എന്ന് ചോദിച്ചതും അരികിലേക്ക് എത്തി, മേഡം അന്വേഷിച്ചു, എല്ലാം ഓക്കെയാണ് എന്ന അനുപല്ലവിയും മറുപടിയും നൽകി. അത് കേട്ടതോടെ ശാലിനി വേഗം തന്നെ ശിവദാസൻ അരികിലേക്ക് ചെന്ന് പറഞ്ഞു, ശിവദാസൻ ചേട്ടാ, ഇവർക്ക് ഇന്ന് വിവാഹിതരായ ഇവർക്ക് എല്ലാവർക്കും സൗജന്യമായി സർക്കാരിന്റെ വക ഓരോ വീട് സമ്മാനിക്കും. അത് കേട്ട ഉടനെ ശിവദാസ് ഞെട്ടി. അല്ല, അതെങ്ങനെയാ മേഡം എന്ന് ശിവദാസ് അതിശയത്തോടെ അന്വേഷിക്കുമ്പോൾ ശാലിനി പറഞ്ഞു, ഇത് എന്റെ പോക്കറ്റിൽ നിന്നോ സർക്കാരിൽ നിന്ന് വെട്ടിച്ചോ ഒന്നും തരുന്നതല്ല, മറിച്ച് ഇവരുടെ ഈ വിവാഹ സമയത്ത് ഇവരെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങൾ അന്വേഷിച്ചു. ഇവര് സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്ന അതിൽ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രൈറ്റീരിയയും ഇവർക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഞങ്ങൾ ഉടനെ തന്നെ ഒന്ന് അന്വേഷിക്കുകയും ചെയ്തു. ഇവരെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാക്കി. അങ്ങനെയാണ് ഇവർ ഓരോരുത്തർക്കുമായി ഈ ഓരോ ദമ്പതികൾക്കും ഒരു സർക്കാർ വക ഒരു വീട് നൽകാമെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ സർക്കാരിന്റെ കാര്യമായതുകൊണ്ട് ഉടനെ തന്നെ താക്കോല് തന്ന് കയറി താമസിക്കാമെന്നും കരുതണ്ട. പിന്നെ ഇതിനൊക്കെ അതിൻ്റെതായ നിയമങ്ങളും നടപടിക്രമങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അതിൻ്റെതായ വഴിക്ക് തീർച്ചയായിട്ടും ഇവരുടെ കൈകളിൽ ആ വീട് എത്തിച്ചേരുക തന്നെ ചെയ്യും എന്ന് ശാലിനി അറിയിച്ചു. ആ വാക്കുകൾ കേട്ട് അവർ സന്തോഷത്തോടെ അങ്ങനെ നിൽക്കുമ്പോഴാണ് അരികിൽ നിന്ന് ചന്ദ്രബോസ് മേയറായ സുസ്മിതയോട് ചോദിച്ചു, എടി സുസ്മിതേ, നീ കേട്ടോ, അല്ല നിനക്ക് ഉറപ്പുള്ള ഒരു വീടിന്റെ താഴും താക്കോലും സംഘടിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചതും ഉടനെ തന്നെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ അങ്ങനെ ഒരു വീട് എന്ന് ചന്ദ്രബോസ് അന്വേഷിച്ചു. അപ്പോഴേക്കും മേയറായ സുസ്മിത പറഞ്ഞു, പറ്റും ചിറ്റപ്പ, നമ്മുടെ പാർട്ടിയുടെ കൂട്ടത്തിലുണ്ട് നല്ല കയ്യൂപ്പുള്ള ആൺകുട്ടികള്, അവന്മാരോട് പറഞ്ഞാൽ അവന്മാരെ സംഘടിപ്പിച്ചു തരും എന്ന് പറഞ്ഞപ്പോൾ ശാലിനി അവരോട് സംസാരിച്ച് നിൽക്കുന്നത് കണ്ട് ചന്ദ്രബോസ് സുസ്മിതയോട് പറഞ്ഞു, എന്നാലേ നീ ഒരെണ്ണം കരുതി വെച്ചോ, ആവശ്യം വരും നിനക്ക് എന്ന് പറഞ്ഞപ്പോ സുസ്മിത ഞെട്ടലോടെ നോക്കി. ചിറ്റപ്പൻ എന്താ ഈ പറയുന്നത് എന്ന് ചോദിച്ചപ്പോ സുസ്മിതയോട് ചന്ദ്രബോസ് അറിയിച്ചു, അല്ല പിന്നെ ഞാൻ പിന്നെ എന്താ പറയുന്നത്, നീ ഒരു മേയർ ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ യാതൊരു രീതിയിലും ഒരു ധൈര്യമോ ഒരു രീതിയിൽ ഒരു കഴിവോ ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്നത് എന്തിനാ? നീ മേയറുടെ പേര് മണിഞ്ഞ് വെറുതെ ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ നിന്നോട് മുമ്പേ പറഞ്ഞിട്ടുള്ളതല്ലേ. മേയർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോകോൾ അനുസരിച്ച് കളക്ടറേക്കാളും മുകൾ തന്നെയാണെന്ന്. എന്നിട്ടും നിന്റെ യാതൊരു അനുമതിയുമില്ലാതെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, സർക്കാരിന്റെ വക ഇത്തരത്തിലുള്ള ചില ഇടപാടുകൾ, അത് മേയർ പോലും അതിൽ വരാതെ കളക്ടർ നേരിട്ട് ഇത്തരം അനുമതികൾ നൽകിയാൽ പിന്നെ നീയൊക്കെ എന്തിനാ ഇവിടെ ജീവിച്ചിരിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മുമ്പ് ശാലിനി ഒരു വട്ടം നിന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അന്ന് ഇവിടെ കളക്ടറായി ചുമതലയെടുത്ത ആ ദിവസം തന്നെ ഒരു സിംഹക്കുട്ടിയുടെയും കഴുതക്കുട്ടിയുടെയും കഥ, അതുപോലെ അന്ന് അവൾ പറഞ്ഞത് ഓർമ്മയില്ലേ? സിംഹക്കുട്ടിയായി ജനിച്ചാൽ ഒരു ദിവസമാണെങ്കിലും, ഒരു ദിവസത്തെ ആയുസ് മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും സിംഹക്കുട്ടി എന്നും സിംഹക്കുട്ടി തന്നെയായിരിക്കുമെന്ന്. അത് തന്നെയാണ് അവൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് സുസ്മിതയോട് ചന്ദ്രബോസ് അറിയിച്ചു. ഇത് കേട്ട സുസ്മിത ചോദിച്ചു, ചിറ്റപ്പൻ എന്താ ഈ പറഞ്ഞു വരുന്നത്? ഞാൻ എന്ത് ചെയ്യണമെന്നാ ചിറ്റപ്പൻ പറയുന്നത് എന്ന് ചോദിച്ചപ്പോ ശാലിനിയോട് ചന്ദ്രബോസ് അത്രയും അമർഷം മനസ്സിലുള്ളത് കൊണ്ട് സുസ്മിതയോട് ചന്ദ്രബോസ് പറഞ്ഞു, അതെ, നീ മേയർ ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? നീ വെറുതെ ഒരു ഷോയ്ക്കാണോ ഈ മേയർ പദവി വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചതും സുസ്മിത പറഞ്ഞു, പൊന്നും വില കൊടുത്ത് ഈ
സ്ഥാനമാനങ്ങളൊക്കെ ഞാൻ നേടിയെടുത്തത് വെറുതെ അല്ല ചിറ്റപ്പ, അതിന് കൃത്യമായുള്ള കണക്കുകൂട്ടലുകൾ ഉണ്ടായിട്ട് തന്നെയാണ് എന്ന് സുസ്മിത അറിയിച്ചതും ചന്ദ്രബോസ് പറഞ്ഞു, എടി പെണ്ണെ, നിനക്കറിയാവല്ലോ, സർക്കാർ ഓരോ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ അത് ജനങ്ങളുടെ അരികിലേക്ക് എത്തിച്ചേരാനായിട്ട് അധിക കാലതാമസമൊന്നുമില്ല, അതിന് ഒത്തിരി നൂലാമാലകളൊന്നുമില്ല. പക്ഷേ സർക്കാർ ഓഫീസുകളിലും നിന്നെ പോലെയുള്ള പദവികളിലും ഇരിക്കുന്ന ആളുകൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അതിന് കാലതാമസം വരുത്തുമ്പോഴാണ് ജനങ്ങൾക്ക് അത് ഒരിക്കലും കിട്ടാക്കനിയായി മാറുന്നതും അതിനുവേണ്ടി അവർ മൽപ്പിടുത്തം പിടിക്കുകയും അതുപോലെ തന്നെ അതിനുവേണ്ടി അവർ പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കീശയും വീർത്ത് വരുന്നത്. അത് നിനക്കറിയാവല്ലോ എന്ന് സുസ്മിതയോട് ചന്ദ്രബോസ് ചോദിച്ചു. സുസ്മിത പറഞ്ഞു, ചിറ്റപ്പ, അതൊക്കെ എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയല്ലേ ഞാൻ ഈ മേയർ പദവിക്ക് വേണ്ടി ഇത്രയും പണം കൊടുത്ത് ഈ പദവി ഞാൻ സ്വീകരിച്ചത്, ഇങ്ങനൊരു പദവി ഞാൻ സ്വന്തമാക്കിയത് എന്നറിയിച്ചു. അത് മാത്രമല്ല, ഇനി ഞാൻ എടുത്തുചാടി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാലേ വരാൻ പോകുന്നത് അറിയാവല്ലോ, ഇനി വല്ല ഇലക്ഷനോ മറ്റോ നടത്തി കഴിഞ്ഞാലേ എന്റെ പഴയ ഹിസ്റ്ററി കൂടി ചകഞ്ഞ് പുറത്തിട്ട് കഴിഞ്ഞാൽ ഞാൻ മൊത്തത്തിലാകെ നാണം കെട്ട് നാളെ നിൽക്കേണ്ടി വരും. അതുകൊണ്ടാണ് ചിറ്റപ്പ ഞാൻ ഇങ്ങനെ നിൽക്കുന്നതെന്ന് പറഞ്ഞതും ചന്ദ്രബോസ് പറഞ്ഞു, അതെ, നീ ഇങ്ങനെ ഒരു പദവിയും തലയിൽ വെച്ചുകൊണ്ട് വെറുതെ ഇങ്ങനെ കഴുതയ്ക്ക് പൂമാല കയ്യിൽ കിട്ടിയ അവസ്ഥയിൽ ഇങ്ങനെ വെറുതെ തലയും ചുവന്ന് ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല. അതിന്റെ ആ സ്ഥാനത്തിന്റെ അർത്ഥം എന്താണെന്നും ആ സ്ഥാനത്തിന്റെ വില എന്താണെന്നും നീ തിരിച്ചറിയണം. എന്നിട്ട് വേണം നീ പ്രവർത്തിക്കാൻ. അല്ലാതെ വെറുതെ ഇങ്ങനെ മേയറാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല എന്ന് സുസ്മിതയോട് ചന്ദ്രബോസ് അറിയിച്ചു. ചന്ദ്രബോസിന്റെ വാക്കുകൾ കേട്ട് സുസ്മിത, ചിറ്റപ്പ, ഞാൻ മേയറാണ് എന്ന് പറഞ്ഞതും, മേയർ, അതെ എടി, നിനക്ക് ഇതിനുള്ള കഴിവില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ മേയറാണെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ഏതു നേരവും നിനക്ക് ഞാനൊരു ACP ആണ്, അതുകൊണ്ട് എനിക്ക് കളക്ടറുടെ നേരെ ഒന്നും പറയാൻ കഴിയില്ല. പക്ഷെ ഒരു മേയറായ നിനക്ക് കളക്ടർ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിനോടൊപ്പം തന്നെ കളക്ടറെ വേണമെങ്കിൽ നിലയ്ക്ക് നിർത്താനും സാധിക്കും. അത് നീ മറക്കണ്ട എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് സുസ്മിതയ്ക്ക് നേരെ ദേഷ്യത്തോടെ പാഞ്ഞെടുക്കുമ്പോ സുസ്മിത കരുതുള്ളി അവിടെ നിന്ന് മാറുന്നു. സുസ്മിത അവിടുന്ന് പോകുന്നത് കണ്ടതോടെ ഉടനെ തന്നെ ചന്ദ്രബോസും പിന്നാലെ പോയി. എടി സുസ്മിത എന്ന് വിളിച്ച് പിന്നാലെ ചെന്നപ്പോ സുസ്മിത പറഞ്ഞു, ചിറ്റപ്പ, ഞാൻ മേയറാണ്, അത് മറക്കണ്ട എന്ന് പറഞ്ഞതും സുസ്മിതയോട് ചന്ദ്രബോസ് അറിയിച്ചു, നീ മേയർ ആയതുകൊണ്ട് തന്നെയാണ് നിന്നോട് ഞാൻ ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത്. അതെ, നിന്നോട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? നീ ആരുടെ മോളാ? സരളയുടെ മകളോട് ഇതൊക്കെ ഞാൻ പറഞ്ഞു ഉപദേശം തരേണ്ട കാര്യമുണ്ടോ സുസ്മിതയെ എന്ന് ചോദിച്ചതും സുസ്മിത പറഞ്ഞു, ചിറ്റപ്പ, എനിക്കെല്ലാം അറിയാം, അവസരം കിട്ടുമ്പോൾ ഞാൻ കൃത്യമായിട്ടും അത് വേണ്ട രീതിയിൽ ഞാൻ പ്രയോജനപ്പെടുത്തിക്കോളാം, വേണ്ട രീതിയിൽ തന്നെ അതിന് തിരിച്ചടി ഞാൻ കൊടുത്തോളാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും വിഷ്ണു വന്നതുപോലും അറിയാതെ ശാലിനി അവിടെ നിന്ന് പോകാനായി റെഡിയായി. എന്തായാലും ഒന്ന് കീ കൊടുത്ത് വിട്ടാൽ മതി, ഇവള് വേണ്ട രീതിയിൽ തന്നെ പെർഫോം ചെയ്തോളും എന്ന് ചന്ദ്രബോസ് മനസ്സിലങ്ങനെ ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് ശാലിനി സരോജത്തോടെയും സരോജത്തിന്റെയും ശിവദാസിന്റെയും ഒക്കെ ഒപ്പം തിരിച്ചു പോകാനായി അവിടേക്ക് എത്തിയത്. ACP സാർ, എന്റെ സെക്യൂരിറ്റി ഒക്കെ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചതും, ഓക്കെയാണ് മാഡം. എന്നാ എസ്കോർട്ട് റെഡി ആണല്ലോ അല്ലേ? നമുക്ക് ഇറങ്ങാം, ഇപ്പൊ തന്നെ നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ് എന്ന് അറിയിച്ചു. അത് കേട്ട ഉടനെ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് ശാലിനി അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോ ഉടനെ തന്നെ അവിടെ നിന്ന് തിരുമേനി പറഞ്ഞു, മേഡം, ഒരു കാര്യം കൂടി പറയുവാനുണ്ട്. ഇത് പരാതിയായിട്ടോ പരിഭവമായിട്ടോ കരുതണ്ട. ഇവിടെ കുടിവെള്ളത്തിന് വല്ലാത്ത ക്ഷാമമാണ്. സത്യത്തിൽ ഇവിടെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാനായി കൊച്ചുകുട്ടികൾ ചെളിവെള്ളത്തിൽ നിന്ന് ഊറ്റിയും പല പാത്രത്തിലായി ഊറ്റിയെടുത്ത് അതിന്റെ തെളിനീര് കുടിവെള്ളമായി കുടിക്കുന്ന ഈ നാട്ടിൽ ഭഗവാന് തേവാരത്തിനും പള്ളി നീരാട്ടിനും ഒന്നും ശുദ്ധജലം കിട്ടുന്നില്ല എന്ന് പറയുന്നത് വലിയ കഷ്ടം തന്നെയാണ്. എങ്കിലും ഇവിടുത്തെ കുടിവെള്ള ക്ഷാമം അത് വല്ലാതെ അതിക്രമിച്ചിരിക്കുകയാണ് മാഡം. ഇവിടുത്തെ കുടിവെള്ള ക്ഷാമത്തിന് ഇതുവരെയായിട്ടും ഒരു പരിഹാരം കണ്ടിട്ടില്ല എന്ന് വിഷമത്തോടെ ശാലിനിയോട് പൂജാരി അറിയിച്ചു. അപ്പോഴേക്കും അനുപല്ലവി അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, മേഡം, ഇത് കോർപ്പറേഷൻ വാർഡാ എന്ന് പറഞ്ഞതും ഉടനെ സുസ്മിത അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ഒരു പെണ്ണെ, കോർപ്പറേഷൻ വാർഡ് എന്നൊക്കെ പറഞ്ഞാലേ അത് കൃത്യമായിട്ടൊന്ന് വിശദീകരിച്ചു കൊടുക്കണം. ഈ നിൽക്കുന്ന സരോജത്തിന്റെ വാർഡാണ്, ഇത് കോളനി വാർഡാണ്, ഇത് ഇവിടുത്തെ മെമ്പറാണ്, അതാ ഈ നിൽക്കുന്ന സരോജം. മെമ്പർ തന്നെ വേണം ഇതിനുള്ള മറുപടി നൽകാൻ. മെമ്പറുടെ ഉത്തരവാദിത്തത്തിലാണ് ഇതൊക്കെ. അല്ലാതെ കളക്ടറുടെ മുന്നിൽ വന്ന് വലിയ ഷോ കാണിച്ച് ഇത് നഗരസഭയുടെ പരിധി, കോർപ്പറേഷൻ പരിധിയിലാണ് എന്ന് പറഞ്ഞ് അങ്ങനെ മേയറിന് നേരെ മിക്കിട്ട് കയറണ്ട എന്ന് സുസ്മിത ദേഷ്യപ്പെട്ടു. ഉടനെ തന്നെ സുസ്മിതയുടെ വാക്കുകൾ കേട്ടതും സരോജം പറഞ്ഞു, അതെ മേഡം, എന്റെ വാർഡ് തന്നെയാണ്. ഞാൻ ഈ സ്ഥാനമാനങ്ങളെല്ലാം ഉപേക്ഷിച്ച് രാജിവെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് സരോജം പറഞ്ഞത് കേട്ട് സുസ്മിത പറഞ്ഞു, കണ്ടോ, ഇപ്പൊ തന്നെ കണ്ടോ അതിന്റെ സത്യാവസ്ഥ പുറത്തു വന്നത്. വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തു കൂട്ടാതെ ജനങ്ങളെ സേവിക്കാനാണെന്ന് പറഞ്ഞ് ഓരോ പദവിയിൽ അങ്ങ് കയറിയിരിക്കും, എന്നിട്ട് ഒന്നും ചെയ്യുകയുമില്ല. അവസാനം
എന്തെങ്കിലും ചോദ്യം ചെയ്യൽ ഉണ്ടാകുമ്പോൾ രാജിവെക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നു എന്ന് പറഞ്ഞ് സുസ്മിത അങ്ങനെ കത്തി നിൽക്കുന്നത് കണ്ടതോടെ ചന്ദ്രബോസിന് സന്തോഷമായി. കൊള്ളാം, എന്തായാലും ഒന്ന് കീ കൊടുത്തു വിട്ടപ്പോ അവള് വേണ്ട രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചന്ദ്രബോസ് മനസ്സിലങ്ങനെ പറയുമ്പോ ശാലിനി വേഗം സരോജത്തിന് നേരെ തിരിഞ്ഞു. എന്താ മെമ്പർ സരോജം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇവിടത്തെ കുട്ടികൾക്ക് പോലും കുടിവെള്ളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അതെന്താണ് മെമ്പർ വേണ്ട രീതിയിലൊന്നും ചെയ്യുന്നില്ലേ എന്ന് അന്വേഷിച്ചു. മെമ്പറെ ഇവിടേക്ക് പാവങ്ങൾ വോട്ട് നൽകി വിജയിപ്പിച്ച് പറഞ്ഞയച്ചിരിക്കുന്നത് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനും അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കുന്നതിനും അവർക്ക് നേടിക്കൊടുക്കുന്നതിനും വേണ്ടിയാണ്. എന്നിട്ട് ഈ പദവിയുടെ സ്ഥാനമാനങ്ങളെല്ലാം അനുഭവിച്ചു കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിയുമ്പോ തനിക്ക് ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് രാജിവെക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചതും ഉടനെ സരോജൻ പറഞ്ഞു, മേഡം പറഞ്ഞതുപോലെ മെമ്പറുടെ സ്ഥാനമാനങ്ങളോ പദവികളോ ഒന്നും ഞാൻ ദുരുപയോഗം ചെയ്യുകയോ ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ല. ഞാനിപ്പോഴും ചൈന കോളനിയിലെ ഒരു പാവം വീട്ടമ്മയാണ് മേഡം. ഇപ്പോ തിരുമേനി പറഞ്ഞതുപോലെ ചെളിവെള്ളം എടുത്ത് അതിൽ നിന്ന് തെളിനീര് ഊറ്റി എടുത്ത് കുടിക്കാനായി ശ്രമിക്കുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ, ആ കുട്ടികളിലുള്ളതാണ് എന്റെ മക്കളും മേഡം എന്ന് സരോജം അറിയിച്ചു. സത്യത്തിൽ ചുറ്റോട് ചുറ്റും വെള്ളമാണ്, കായലാണ് മൊത്തത്തും. പക്ഷേ കുടിക്കാൻ ഒരു തുള്ളി നല്ല വെള്ളമില്ല എന്നതാണ് വാസ്തവം. മേഡം അതിനുവേണ്ടി എന്നാലാകുന്നത്ര ശ്രമിച്ചു. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നതിന് വേണ്ടി വോട്ട് ചോദിച്ചു വരുന്ന പലരെയും ഞങ്ങൾ വിജയിപ്പിച്ച് ഭരണതലത്തിലേക്ക് പറഞ്ഞയച്ചു. പക്ഷേ വോട്ട് തേടി വരുന്ന നിമിഷങ്ങളിലല്ലാതെ പിന്നീട് ഒരിക്കൽ പോലും ഞങ്ങളുടെ ആ വാർഡിലേക്ക് തിരിഞ്ഞു പോലും നോക്കാറില്ല ആരും. അതുകൊണ്ട് ആ വാർഡിൽ നിന്ന് തന്നെയുള്ള ഒരാളാകുമ്പോ തീർച്ചയായിട്ടും ആ വാർഡിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമല്ലോ എന്ന പ്രതീക്ഷയിലായിരുന്നു ഞാൻ ഈ മെമ്പർ സ്ഥാനത്തേക്ക് വന്നെത്തിയത്. പക്ഷേ ഇപ്പോഴെനിക്ക് മനസ്സിലായി മേഡം, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന്, ഞാൻ തോറ്റുപോയെന്ന്. അതുകൊണ്ടാണ് മേഡം ഞാൻ രാജിവെക്കുകയാണെന്ന് പറഞ്ഞത് എന്ന് സരോജം വിഷമത്തോടെ ശാലിനിയോട് അറിയിച്ചു. ഉടനെ ശാലിനി പറഞ്ഞു, അതെ മെമ്പർ കാര്യം വ്യക്തമായിട്ട് പറയൂ എന്ന് പറഞ്ഞതും സരോജം പറഞ്ഞു, മേഡം ഞാൻ കുടിവെള്ളത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു നോക്കി. കളക്ട്രേറ്റിലും സെക്രട്ടേറിയറ്റിലും ഒക്കെ പോയി ധർണയിരുന്നും സമരം ചെയ്തുമൊക്കെ അതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ നടപ്പിലാക്കി. പിന്നീട് റോഡ് വഴി പൈപ്പ് കുഴിച്ച് എല്ലാ വീടുകളിലേക്കും പൊതു ടാപ്പുകളും എല്ലാ വീടുകളിലേക്ക് കണക്ഷനും പൊതു ടാപ്പുകളും ഒക്കെ പൈപ്പ് ലൈൻ എല്ലാം ഇട്ട് സെറ്റാക്കി. ഇനി രണ്ട് ഒപ്പിന്റെ മാത്രം ഇല്ലായ്മയുടെ പിന്നിലാണ്, 2 ഒപ്പിന്റെ മാത്രം കുറവിലാണ് ഇപ്പോഴും ആ കുടിവെള്ളം ആരിലും എത്തിച്ചേരാതെ പോയിരിക്കുന്നത് മേഡം. എനിക്ക് അത് നേടിയെടുക്കാൻ കഴിയുമെന്ന് എനിക്കിനി തോന്നുന്നില്ല. നഗരസഭയുടെ പരിധിയിലുള്ള വാർഡ് ആയതുകൊണ്ട് തന്നെ ഇതിനുള്ള കുടിവെള്ളം ഞങ്ങൾക്ക് വിതരണം ചെയ്യേണ്ടത് കോർപ്പറേഷനിൽ നിന്നാണ്. പക്ഷേ കോർപ്പറേഷനിൽ നിന്ന് അതിനി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല മേഡം എന്ന് പറഞ്ഞതും ശാലിനി ചോദിച്ചു, അതെന്താ അങ്ങനെ എന്ന് ചോദിച്ചതും സരോജം പറഞ്ഞു, അതെ സരോജത്തിന്റെ വാർഡ് ആയതുകൊണ്ട് അവിടെയുള്ളവർ വെള്ളം കിട്ടാതെ മരിച്ചാലും കുഴപ്പമില്ല, അവിടേക്ക് ജലവിതരണം ഉണ്ടാവില്ല എന്നാണ് മേയർ സുസ്മിതയുടെ സുസ്മിത പറയുന്നത് എന്ന് ശാലിനിയോട് വിഷമത്തോടെ സരോജം അറിയിച്ചു. സുസ്മിത അത് കേട്ടതും ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല മേഡം എന്ന് ശാലിനിയെ നോക്കി സുസ്മിത പറഞ്ഞു. അപ്പോഴേക്കും ചന്ദ്രബോസ് സുസ്മിതയെ ഒന്ന് നോക്കി. ഉടനെ തന്നെ സുസ്മിത പറഞ്ഞു, അല്ലെങ്കിലും ഞാൻ എന്തിനാ ഇതൊക്കെ നിങ്ങളെ ബോധിപ്പിക്കുന്നത്, അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല എന്ന് സുസ്മിത പറഞ്ഞു. അപ്പോഴേക്കും ചന്ദ്രബോസ് സുസ്മിതയെ ഇടയ്ക്ക് അങ്ങനെ നോക്കുമ്പോൾ സുസ്മിത താനാണ് കളക്ടറേക്കാളും വലിയ ആളെന്നുള്ള ആ അഹങ്കാരത്തിൽ അങ്ങനെ തന്നെ നിൽക്കുമ്പോൾ ശാലിനി ചോദിച്ചു, അതിന് എന്താ വേണ്ടത് അനുപലവി, എന്താ ഇതിന്റെ സത്യാവസ്ഥ എന്ന് ചോദിച്ചിട്ടും അനുപലവി പറഞ്ഞു, 2 വർഷമായി മേഡം മെമ്പർ പറഞ്ഞത് ശരി തന്നെയാണ്, എല്ലാ കാര്യങ്ങളും ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. എക്സിക്യൂട്ടീവിന്റെ സൈനും മേയറുടെ സൈനും കൂടി മാത്രം മതി. പക്ഷേ എക്സിക്യൂട്ടീവ് ഓഫീസർ അതിന് സൈൻ ചെയ്യുന്നില്ല, അതാണ് ഇതിന് കാരണം എന്നറിയിച്ചു. ഉടനെ ശാലിനി മേയറോട് ചോദിച്ചു, എന്താ സുസ്മിത, എന്താ ഇതിന് കാരണം? അപ്പോഴേക്കും സരോജം പറഞ്ഞു, മേഡം കോർപ്പറേഷനിലേക്ക് വെള്ളം വിതരണം ചെയ്യുന്ന അണക്കര ഡാമിൽ ആവശ്യത്തിലേറെ വെള്ളമുണ്ട് മേഡം, പക്ഷെ ഞങ്ങൾക്ക് തരാൻ വെള്ളമില്ലെന്നാണ് നഗരസഭയുടെ എന്നുമുള്ള മറുപടി എന്ന് പറഞ്ഞപ്പോൾ ഉടനെ സുസ്മിത നേരെ തിരിഞ്ഞിട്ട് ശാലിനി ചോദിച്ചു, എന്താ മേഡം, എന്താ ഇതിനൊരു മറുപടി ഇല്ലാത്തത് എന്ന് ചോദിച്ചപ്പോൾ സുസ്മിത പറഞ്ഞു, അതെ ഞാൻ മേയറുടെ കസേരയിലെ വെറുതെ അങ്ങനെ ഇരിക്കുകയല്ല കളക്ടർ മേഡം, ഞാനേ കൃത്യമായി കാര്യങ്ങൾ വീക്ഷിച്ച് തന്നെയാ ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത്. ഈ അണക്കര ഡാമിലെ നായ്ക്ക് മുന്തി കുടിക്കാൻ പോലും വെള്ളമില്ലാത്ത ആ ഡാമിൽ നിന്ന് കോർപ്പറേഷൻ പരിധിയിലുള്ള 100ഓളം വാർഡുകളിലെ വീടുകളിലേക്ക് ജലം വിതരണം ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഏത് രീതിയിലാണെന്നും അതിന്റെ കഷ്ടപ്പാട് എന്താണെന്നും എനിക്ക് മാത്രമേ അറിയൂ. അപ്പോഴാണ് ഒരു ചൈന കോളനി എന്ന് സുസ്മിത അറിയിച്ചു. അതെ, ഈ അണക്കര ഡാം എന്ന് പറയുന്നത് അക്ഷയപാത്രവും
ഈ സുസ്മിത എന്ന ഈ മേയർ ശ്രീകൃഷ്ണനൊന്നുമല്ല എല്ലാവർക്കും ആവശ്യത്തിന് വെള്ളം വിതരണം ചെയ്യാൻ എന്ന് സുസ്മിത ശാലിനിയോട് പറയുമ്പോൾ ശാലിനി പറഞ്ഞു, അത് ശരി, അപ്പോ അണക്കര ഡാമിൽ വെള്ളമില്ല എന്നതാണ് പ്രശ്നം അല്ലെ എന്ന് ചോദിച്ചു. അതെ മേഡം എന്ന് സുസ്മിത പറയുമ്പോൾ ഉടനെ അരികിൽ നിന്ന് അനുപല്ലവിയെ ശാലിനി നോക്കി. അനുപല്ലവി താമസിക്കുന്നത് ഏത് വാർഡിലാ എന്ന് ചോദിച്ചതും ഞാൻ പട്ടം നഗറിലാണ് മേഡം എന്നറിയിച്ചു. അതും കോർപ്പറേഷൻ പരിധിയിലുള്ളതല്ലേ എന്ന് ശാലിനി അന്വേഷിച്ചതും അതെ മേഡം എന്ന് അനുപല്ലവി മറുപടി നൽകി. അല്ല, അവിടെ ജലത്തിന് ക്ഷാമമുണ്ടോ എന്ന് ശാലിനി അന്വേഷിച്ചതും അനുപല്ലവി പറഞ്ഞു, ഇല്ല മേഡം, അവിടെ ഇതുവരെയായിട്ടും കുടിവെള്ളത്തിന് ക്ഷാമം സംഭവിച്ചിട്ടില്ല. നഗരസഭയിൽ നിന്ന് തന്നെയാണ് അവിടേക്ക് കുടിവെള്ളം വരുന്നത്. അപ്പോ അവിടെ മിനിസ്റ്റേഴ്സും MLA-മാരും ഒക്കെ താമസിക്കുന്ന ഏരിയയാണത് അല്ലെ എന്ന് ശാലിനി ചോദിച്ചതും അതെ മേഡം, അവിടെ പട്ടിക്കൂട് കഴുകുന്നതും ഗാർഡൻ നനയ്ക്കുന്നതും ഒക്കെ ഈ കോർപ്പറേഷനിൽ നിന്ന് വരുന്ന വെള്ളം കൊണ്ട് തന്നെയാണ് മേഡം എന്ന് അനുപല്ലവി മറുപടി നൽകി. ഉടനെ തന്നെ സുസ്മിത നേരെ ശാലിനി തിരിഞ്ഞിട്ട് ചോദിച്ചു, അല്ല, ഈ 2 വർഷക്കാലമായിട്ടും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ലേ മേയർ ഇതുവരെയായിട്ടും എന്ന് ശാലിനി ചോദിച്ചപ്പോൾ സുസ്മിത പറഞ്ഞു, അതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടല്ലേ ഞാൻ അതിന് വേണ്ട സാങ്ഷൻ നൽകാതിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ശാലിനി പറഞ്ഞു, മേയർ ഒരു കാര്യം പറയാം, ഉടനെ തന്നെ ഇന്ന് തന്നെ ചൈന കോളനിയിലേക്ക് അല്ലെങ്കിൽ കോളനി വാർഡിലേക്ക് കുടിവെള്ളത്തിന്റെ പ്രശ്നങ്ങളെല്ലാം ദൂരീകരിച്ച് ഇന്ന് മുതൽ അവിടെയുള്ള എല്ലാ ടാപ്പുകളിലും എല്ലാ വീടുകളിലെ കണക്ഷനിലും വെള്ളം എത്തിയിരിക്കണം എന്ന് ശാലിനിയെ സുസ്മിത അറിയിച്ചു. അപ്പോഴേക്കും സുസ്മിത പറഞ്ഞു, അതെ, മേയറായ എനിക്ക് കളക്ടറുടെ മുന്നിൽ വന്ന് ഇതിന് മറുപടി പറയേണ്ട ആവശ്യമൊന്നുമില്ല. മേയറെക്കാളും മേലെയല്ല കളക്ടർ എന്ന് സുസ്മിത ശാലിനിയോട് പറയുമ്പോൾ ശാലിനി പറഞ്ഞു, ഷട്ട് അപ്പ്, ഒരു കാര്യം പറയാം, ഇവിടുത്തെ പിഞ്ചു കുട്ടികൾക്ക് അവരുടെ അവകാശമായ ശുദ്ധജലം കിട്ടുക എന്നുള്ള അവരുടെ അവകാശം നിഷേധിച്ചുകൊണ്ട് അവർക്ക് ഒരു തുള്ളി വെള്ളം പോലും, നല്ല വെള്ളം പോലും കിട്ടാൻ കഴിയാതെ ആ കുഞ്ഞുങ്ങളുടെ തൊണ്ടയിലേക്ക് ഒരിറ്റ് വെള്ളം എത്തിച്ചു കൊടുക്കാൻ ആ ഒരു ദയ പോലും കാണിക്കാതെ നിന്ന് ഇതുപോലെ കളക്ടറുടെയും മേയറുടെയും പദവിയിലെ അധികാരത്തിന്റെയൊക്കെ പദവി താരതമ്യം ചെയ്ത് അതിന്റെ സ്ഥാനമാനങ്ങളും മേന്മയും ഒക്കെ താരതമ്യം ചെയ്ത് പറയാനായിട്ട് അല്പം പോലും ഉളുപ്പില്ലല്ലോ അല്ലെ എന്ന് ചോദിച്ചു. ഉളുപ്പില്ലാതെ ആളുകൾക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയൂ. അതിനെ മനുഷ്യത്വം എന്ന് ഒരു പദമുണ്ട്. ആ മനുഷ്യത്വം ഉണ്ടെങ്കിൽ മാത്രമേ, മനുഷ്യനായാൽ മാത്രമേ അതിന്റെ വില മനസ്സിലാവൂ. ഇതിനൊക്കെ നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? മനുഷ്യനായിട്ട് വേഷമിട്ടിട്ട് മാത്രം കാര്യമില്ല, അതിനുള്ളിൽ മനുഷ്യന്റെ മനസ്സും കൂടി വേണം എന്ന് ശാലിനി മേയറോട് അറിയിച്ചു. ഉടനെ സുസ്മിത വിളിച്ചു, ശാലിനി എന്ന് ശബ്ദമുയർത്തിയതും ശാലിനി പറഞ്ഞു, ഇന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ കോളനിയിലെ ഈ ജലക്ഷാമം പരിഹരിച്ചിരിക്കണം എന്ന് സുസ്മിതയ്ക്ക് ശാലിനി താക്കീത് നൽകി. അത് കേട്ടതും സുസ്മിത പറഞ്ഞു, യെസ് മേഡം എന്ന് ശാലിനിയോട് സുസ്മിത സമ്മതിക്കുമ്പോൾ ശാലിനി അരികിലേക്ക് എത്തി പറഞ്ഞു, ഇത് കളക്ടർ ശാലിനിയുടെ വാക്കുകളല്ല, ശാലിനി വിഷ്ണുവാ പറയുന്നത്, നിനക്കെന്നെ അറിയാവല്ലോ സുസ്മിതയെ എന്ന് ശാലിനി സുസ്മിതയെ വിരട്ടുന്നു. സുസ്മിത അത് കേട്ട് ഇന്ന് തന്നെ പ്രശ്നം പരിഹരിക്കാമെന്ന് സുസ്മിത വാക്ക് നൽകി. ഇനി ഈ ഏരിയയില് ജലക്ഷാമം ഉണ്ടാകരുതെന്നും അത് അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് പോലീസിന്റെ കടമയാണെന്ന് ചന്ദ്രബോസിനെ നോക്കി ശാലിനി അറിയിച്ചു. താങ്കൾ ഇത് കൃത്യമായി നിരീക്ഷിക്കുകയും അത് ഉറപ്പുവരുത്തുകയും ചെയ്യണം, പോലീസിന്റെ കടമയാണെന്ന് പറഞ്ഞതും യെസ് മാഡം എന്ന് ചന്ദ്രബോസും സമ്മതിച്ചു. അങ്ങനെ ശാലിനി ജലക്ഷാമം പരിഹരിച്ചു. അതിന്റെ സന്തോഷത്തിൽ സരോജവും മറ്റെല്ലാവരും അങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ പൂജാരി പറഞ്ഞു, എന്താ തിരുമേനി ആശ്വാസമായല്ലോ അല്ലെ എന്ന് ചോദിച്ചപ്പോ സരോജത്തെ നോക്കി ശാലിനി ചോദിച്ചു, എന്താ മെമ്പറെ, സന്തോഷമായില്ലേ? സന്തോഷമായി മേഡം, ഒത്തിരി നന്ദിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഉടനെ തന്നെ പൂജാരി പറഞ്ഞു, അതെ, 2 വർഷത്തെ ജലക്ഷാമം 2 മിനിറ്റ് കൊണ്ട് മേഘടം പരിഹരിച്ചത് കൊണ്ട് എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് എന്നറിയിച്ചു. എന്താ തിരുമേനി എന്ന് ശാലിനി നോക്കിയതും പൂജാരി പറഞ്ഞു, അതെ, ഇവിടുത്തെ മാലിന്യ കൂമ്പാരത്തിന്റെ പ്രശ്നമാണ് മേഡം. ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലാത്തത് കൊണ്ട് നാട്ടുകാർ ഉള്ള മാലിന്യങ്ങൾ മുഴുവൻ ക്ഷേത്ര കോമ്പൗണ്ടിലാണ് നിക്ഷേപിക്കുന്നത് മേഡം എന്നറിയിച്ചു. ഉടനെ ശാലിനി സുസ്മിതയുടെ നേരെ തിരിഞ്ഞതും നാളെ തന്നെ ക്ലീൻ ചെയ്തോളാം മേഡം എന്ന് സുസ്മിത മറുപടി നൽകി. അത് കേട്ട ഉടനെ ശാലിനി പറഞ്ഞു, അതെ, ഇവിടെ ക്ഷേത്ര പരിസരത്ത് പാലും വെണ്ണയും കൂടിക്കിടക്കുകയാണ് എന്ന് പൂജാരി പറഞ്ഞിരുന്നെങ്കിൽ അത് നാളെ തന്നെ മാറ്റിയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞേനെ. പക്ഷേ ഇവിടെ കൂമ്പാരമായി കിടക്കുന്നത് മാലിന്യമാണ്. അതുകൊണ്ട് നാളത്തെ അല്ല, ഉടനെ തന്നെ ഇന്ന് തന്നെ അത് മാറ്റിയിരിക്കണം. അപ്പോഴേക്കും സുസ്മിത ചോദിച്ചു, അല്ല മേഡം, ഇന്നെന്ന് പറഞ്ഞാൽ എന്ന് ചോദിച്ചതും ഇന്നെന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ അത് ചെയ്തിരിക്കണം എന്ന് ശാലിനി സുസ്മിതയ്ക്ക് താക്കീത് നൽകുന്നുവെന്നും
ശാലിനി സുസ്മിതയെ ഉറ്റുനോക്കിയതും സുസ്മിത ഭയത്തോടെ ശാലിനിയുടെ എല്ലാ ഉത്തരവുകളും താൻ അനുസരിച്ചോളാം എന്ന രീതിയിൽ തലകുനിച്ച് ഭയത്തോടെ ശാലിനിയെ നോക്കുന്നു.